ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പെൻസിൽ ഡ്രോയിങ് പഠിക്കുന്ന പുതിയ കൂട്ടുകാർക്ക് അതുപോലെ ബിഗിനേഴ്സിനായിട്ട് ഞാൻ ചെയ്യുകയാണ്. നമുക്ക് ഓരോരോ ഡ്രോയിങ്സ് ഷെയ്ഡിങ്സ് പഠിക്കാം. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഹാച്ചിങ് മെത്തേഡാണ്. നമ്മൾ ലൈനിങ്ങിനെ ഓരോരോ ലൈൻ അടുപ്പിച്ചടുപ്പിച്ച് വരക്കുന്നതിനാണ് ഹാച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലൈനായിട്ട് ഷെയ്ഡിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹാച്ചിങ് മെത്തേഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡിങ്സ്, പെൻസിൽ ഷെയ്ഡിങ്സ് നമുക്ക് പഠിക്കാം. ക്രോസ് ഹാച്ചിങ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ലൈൻ ഇങ്ങനെ ഫസ്റ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ വീണ്ടും ലൈൻ ക്രോസ് ആയിട്ട് വരക്കുന്നതിനാണ് നമ്മൾ ക്രോസ് ഹാച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ലൈൻ അടുപ്പിച്ചടുപ്പിച്ച് വരക്കുമ്പോൾ നമുക്ക് ഡാർക്ക്നെസ് ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടും. അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡിങ്ങുകൾ നമുക്ക് വരും. പിന്നെ നമുക്ക് അടുത്ത ഷെയ്ഡിങ്സ് വെച്ചാൽ നമ്മൾ കിട്ടുന്നത് വെച്ചാൽ നമ്മൾ സർക്കുലസം എന്ന് പറയും. അടുത്തടുത്തായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് ഇട്ടിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സർക്കുലസം എന്ന് പറയുന്നത്. സർക്കുലസം നമുക്ക് അടുത്തടുത്തായിട്ട് നമ്മളെ സർക്കുലർ ഇടുമ്പോൾ അവിടെ കുറച്ച് ഡാർക്കായിട്ടും കുറച്ച് ദൂരം ഇടുമ്പോൾ കുറച്ച് ലൈറ്റായിട്ടും ആ ഷെയ്ഡിങ്സ് കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് സർക്കുലസം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെൻസിൽ ഷെയ്ഡിങ്സ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളത് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഷെയ്ഡിങ് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് റൗണ്ട് ഷേപ്പായിട്ട് നമ്മൾ അടുത്തടുത്തായിട്ട് റൗണ്ട് ഷേപ്സ്, പിന്നെ കുറച്ച് ദൂരം എത്തുമ്പോഴും നമ്മളെ കുറച്ച് സ്പേസ് കുറച്ച് അധികം വിടുകയും നമ്മളെ ആ ഒരു ഡാർക്ക്നെസ് വാല്യൂ എടുക്കുകയും ചെയ്യുകയാണ്. അപ്പം ഞാനിവിടെ ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് ഡാർക്ക്നെസ് കൂട്ടി, പിന്നെ അടുത്തെത്തുമ്പോൾ നമ്മളെ സ്പേസ് കുറച്ച് ഗ്യാപ്പ് കുറച്ച് കൂടുതൽ കൊടുത്തു. അപ്പോൾ നമുക്ക് ലൈറ്റ് ഷെയ്ഡിങ് കിട്ടി. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് കണ്ടൂർ ഷെയ്ഡിങ്സ് എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ നമുക്ക് അടുത്ത വെച്ചാൽ ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 8 ഷേപ്സിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചെടുക്കുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്ക്രിബ്ലിങ്സ് എന്ന് വെച്ചാൽ. സ്ക്രിബിൾ ആർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പെന്ന് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്ക്രിബ്ലിംഗ് എന്ന് പറയുന്നത്. സ്ക്രിബ്ലിംഗ് ഷെയ്ഡിങ്സ് എന്ന് പറയും. അപ്പോൾ ഇതുപോലത്തെ സ്ക്രിബ്ലിംഗ് ആർട്ടൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കുറേ കണ്ടിട്ടുണ്ടാവും. പിന്നെ അടുത്ത വെച്ചാൽ നമ്മൾ ഡോട്ട് വെച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡിങ്സ് പ്രോസസ്സാണ് സ്റ്റിപ്ലിംഗ് വെച്ചാൽ നമ്മൾ അടുത്തടുത്തായിട്ട് ഡോട്ട് വെക്കുമ്പോൾ നമുക്ക് അവിടെ ഡാർക്ക്നെസ് അധികം കിട്ടുകയും, പിന്നെ ആ ഡോട്ട് കുറച്ച് നമ്മൾ ഗ്യാപ്പ് കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ലൈറ്റ്നെസ് ഷെയ്ഡ് കിട്ടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഡോട്ട് വെച്ചിട്ട് കുറേ പെൻസിലാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ഷെയ്ഡിങ്സ് വെച്ചാൽ നമ്മൾ ഓരോരോ ലൈൻ ഡാഷ് ഇട്ടിട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അടുത്തടുത്ത് ഡാഷ് ഇടുമ്പോൾ നമുക്ക് കൂടുതൽ ഡാർക്ക്നെസ് കിട്ടുകയും, അതുപോലെ തന്നെ കുറച്ച് ദൂരം വിടുമ്പോൾ നമ്മളെ ആ സ്പേസ് കുറച്ച് അകലം കുറച്ചും കൂടിയും എടുക്കുകയും, അതുപോലെ തന്നെ നമ്മളെ പെൻസിലിൻ്റെ പ്രസ്സിങ് കുറച്ച് കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് ഷോർട്ട് ഡാഷസ് എന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെൻസിൽ ഷെയ്ഡിങ്സ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ ഏറ്റവും പെൻസിൽ ഡ്രോയിങ് ഏറ്റവും ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പ്രോസസ്സിലാണ് ബ്ലെൻഡിങ് പ്രോസസ്സ്. പെൻസിൽ ഷെയ്ഡിങ് ബ്ലെൻഡിങ് ആണ്. അപ്പോൾ വെച്ചാൽ നമ്മൾ അടുത്തടുത്തായിട്ട് പെൻസിൽസ് നല്ലപോലെ സ്മൂത്തായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക. ഡാർക്ക്നെസ് കൂടിയ ഏരിയ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്യുക, ലൈറ്റ്നെസ് ഏരിയക്ക് നമ്മൾ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ സ്മൂത്തായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾക്ക് ബ്ലെൻഡിങ് പ്രോസസ്സ് വെച്ചാൽ. അധികമായിട്ട് പെൻസിൽ ഷെയ്ഡിങ്സ് ചെയ്യുന്നത് ഈ ഒരു ബ്ലെൻഡിങ് പ്രോസസ്സിലായിരിക്കും. അപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ബ്ലെൻഡിങ് പ്രോസസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വേറെ അടുത്ത പ്രോസസ്സ് വെച്ചാൽ നമ്മൾ 3 എന്ന് നമ്മൾ ഇട്ടിട്ട് കൊണ്ടുവരുന്നൊരു പ്രോസസ്സാണ് 3S എന്ന് പറയും. 3 നമ്മൾ എഴുതി ആ ഗ്യാപ്പ് ഇങ്ങനെ അകലം സ്പേസ് വിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് 3S. അടുത്തടുത്ത് ചെയ്യുമ്പോൾ അവിടെ ഡാർക്ക്നെസ് കൂടും, കുറച്ച് അകലം പാലിക്കുമ്പോൾ അതിന് ലൈറ്റ്നെസ് കിട്ടും. പിന്നെ അടുത്ത വെച്ചാൽ സിഗ്സാഗ് ഷെയ്ഡിങ്സ് ആണ്. സിഗ്സാഗ് ഷെയ്ഡിങ്സ് നമ്മൾ അടുത്തടുത്ത ലൈൻസ് കൊണ്ടുവരുമ്പോൾ നമ്മളവിടെ ഡാർക്ക്നെസ് വാല്യൂ വരികയും, അതുപോലെ തന്നെ സിഗ്സാഗ് കുറച്ച് അകലം ക്രമീകരിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ ലൈറ്റ്നെസ് ഷെയ്ഡിങ് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പെൻസിൽ ഷെയ്ഡിങ്സാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പെൻസിൽ ഷെയ്ഡിങ്സ് നമ്മൾ ക്രോസ് ഹാച്ചിങ് മെത്തേഡ് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബ്ലെൻഡിങ് മെത്തേഡ് മെയിനായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ നമ്മൾ ഡോട്ട് ഇട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സും നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കണ്ടൂർ ഷെയ്ഡിങ്സും നമ്മൾ ചെയ്യാറുണ്ട്.
അപ്പോൾ പ്രൊഫഷണൽസ് ആർട്ടിസ്റ്റൊക്കെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പ്രോസസ്സാണ് മെയിനായിട്ട് ചെയ്യുന്നത്.